എറണാകുളം കലൂരിൽ വീണ്ടും പൈപ്പ് പൊട്ടി. കലൂർ സ്റ്റേഡിയത്തിന് മുന്നിലാണ് പൈപ്പ് പൊട്ടിയത്. മെട്രോ നിർമ്മാണത്തിനിടെ കഴിഞ്ഞ ദിവസവും ഇവിടെ പൈപ്പ് പൊട്ടിയിരുന്നു. ഉമാ തോമസ് MLAയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പ്രദേശത്ത് പ്രതിഷേധിച്ചു. കൂടുതൽ വിവരങ്ങൾ നൽകാനായി അരുൺ ശങ്കർ ചേരുന്നുണ്ട്. അരുൺ, ഈ പൈപ്പ് പൊട്ടുന്ന സംഭവം ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ കുടിക്കാനും കുളിക്കാനും വെള്ളമില്ലാതെ ഈ നഗരത്തിന്റെ തന്നെ പല മേഖലകളിൽ ആളുകൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാകുന്നുണ്ട്. കേരളത്തിനെതിരായ കോൺഗ്രസിന്റെ പ്രതിഷേധം എങ്ങനെയായിരുന്നു? ഇപ്പോൾ അവിടെയൊക്കെ കെട്ടിക്കിടക്കുന്ന വെള്ളം പൂർണ്ണമായും ഒഴുകി നീങ്ങിയോ? പ്രശ്നം എപ്പോൾ പരിഹരിക്കാനാകും? കളക്ടറുടെ നേതൃത്വത്തിൽ ചർച്ച എപ്പോഴാണ്? കഴിഞ്ഞ ശനിയാഴ്ച പാലാരിവട്ടത്ത് മെട്രോ നിർമ്മാണത്തിനിടെ പൈപ്പ് പൊട്ടിയിരുന്നു. അതിന് പിന്നാലെയാണ് കലൂരിൽ ഇന്നലെ രാത്രി മെട്രോ നിർമ്മാണത്തിനിടെ പൈപ്പ് പൊട്ടിയത്. ഇതിനെ തുടർന്നാണ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടായത്. തുടർന്ന് കളക്ടർ സ്ഥലത്തെത്തി. ഇന്ന് കളക്ടറുടെ നേതൃത്വത്തിൽ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ചർച്ച നടക്കുന്നുണ്ട്. കാരണം തീർച്ചയായും പൈപ്പ് പൊട്ടുന്നത് നഗരവാസികളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കുടിവെള്ളം മുടങ്ങുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതിൽ താൽക്കാലിക പരിഹാരം എല്ലാ ദിവസവും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് തീർച്ചയായും പൈപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധിയിലേക്ക് നഗരം പോകും. അതുകൊണ്ട് തന്നെ ഒരു പരിഹാരം വേണം, ശാശ്വത പരിഹാരം വേണം എന്നുള്ളതാണ് ജനപ്രതിനിധിയുടെ ആവശ്യം. കാരണം അശാസ്ത്രീയമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനമാണ് പൈപ്പ് പൊട്ടുന്നതിന് കാരണമെന്നാണ് ജനപ്രതിനിധികൾ ആരോപിക്കുന്നത്. മെട്രോ നിർമ്മാണം നടക്കുന്നത് മെട്രോ നിർമ്മാണത്തിൽ കൃത്യമായ ആസൂത്രണമില്ല. അതുകൊണ്ടാണ് പൈപ്പ് പൊട്ടൽ ഒരിക്കലും ഉണ്ടാകുന്നത്. അത് അനുവദിക്കില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ വേണം എന്നതായി. തീർച്ചയായും ഈ പൈപ്പ് പൊട്ടുന്ന സംഭവം ഇങ്ങനെ തുടരെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ ഉമാ തോമസ് MLAയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം അവിടെ നടന്നത്. ഉമാ തോമസ് MLAയുടെ ഒരു പ്രതികരണം കേട്ടുവരാം. വാട്ടർ അതോറിറ്റിയിലെ ആരെങ്കിലും ഇത് ഇൻസ്പെക്ഷൻ നടത്താനോ അല്ലെങ്കിൽ അതിന്റെ ലേഔട്ട് പറഞ്ഞു കൊടുക്കാനോ ഒന്നുമില്ല. പാവം ഈ ഇന്ത്യക്കാർ ഇവിടെ വന്ന് ജോലി ചെയ്യും. അവരോട് പൈലിംഗ് എടുക്കാൻ പറയും, അവർ പൈൽ ചെയ്യും. പൈൽ ചെയ്യുമ്പോൾ പൈപ്പ് പൊട്ടണു, വെള്ളം പുറത്തേക്ക് വന്നു. ഇപ്പൊ കണ്ടില്ലേ, ആൾക്കാരെല്ലാം തടഞ്ഞു നിർത്തിയിരിക്കുക. വല്ലാത്ത കഷ്ടമാണ്, ഒരു കാര്യമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇപ്പൊ നമുക്ക് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ടത് ഈ രാത്രിയിൽ തന്നെ 4 ദിവസമായിട്ട് കുടിവെള്ളം കിട്ടാത്തവർക്ക് വെള്ളം എത്തിക്കണം. ഞാനത് കളക്ടറോടും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ലോക്നാഥ് ബെഹ്റയോടും വിളിച്ചു പറഞ്ഞ് MDയുടെ അടുത്ത് KMRL MDയുടെ അടുത്തും വിളിച്ചു പറഞ്ഞിട്ട് അവരുടെ ആൾക്കാർ വന്നിട്ടുണ്ട്. അരുൺ ശങ്കർ തുടരുന്നുണ്ട്. അരുൺ, വീഴ്ച ആരുടേതായാലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഒടുവിൽ ജനങ്ങൾ തന്നെയാണ്. ഏതൊക്കെ മേഖലകളിലായിരിക്കും ഇന്ന് കുടിവെള്ള വിതരണം മുടങ്ങുക? കഴിഞ്ഞ ശനിയാഴ്ചയാണ് ആദ്യം പൈപ്പ് പൊട്ടിയത്. അത് പാലാരിവട്ടത്തായിരുന്നു പൈപ്പ് പൊട്ടിയത്. ഈ മെട്രോ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനത്തിനിടെയായിരുന്നു അന്നും പൈപ്പ് പൊട്ടിയത്. പിന്നീട് കഴിഞ്ഞ രാത്രി കലൂരിൽ പൈപ്പ് പൊട്ടി. ഇതിനെ തുടർന്നാണ് ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ പ്രതിഷേധം വരുന്നത്. കാരണം ഈ ശനിയാഴ്ച പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് പല സ്ഥലങ്ങളിലും കുടിവെള്ളം മുടങ്ങിയിരുന്നു. അവർ താൽക്കാലിക പരിഹാരം കണ്ടു എന്ന് പറയുമ്പോഴും കൃത്യമായ ഫോഴ്സിൽ എല്ലായിടത്തേക്കും വെള്ളം എത്തുന്നുണ്ടായിരുന്നില്ല. അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ കലൂരിലും വീണ്ടും പൈപ്പ് പൊട്ടിയത്. ഇതും പ്രശ്നത്തെ കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ജനപ്രതിനിധികൾ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരികയും റോഡ് ഉൾപ്പെടെ തടയുകയും ചെയ്തത്. കാരണം അശാസ്ത്രീയമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനമാണ് മെട്രോ നിർമ്മാണത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് ജനപ്രതിനിധികൾ ആരോപിക്കുന്നത്. കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തി കൃത്യമായ പൈപ്പുകൾ എവിടെയൊക്കെയാണെന്ന് കണ്ടെത്തി അതിനനുസരിച്ചുള്ള നിർമ്മാണ പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ പൈപ്പ് പൊട്ടില്ല. അതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അക്കാര്യത്തിൽ ഒരു ഉദാസീന മനോഭാവം ഈ നിർമ്മാണം നടത്തുന്ന കമ്പനികളുടെ ഭാഗത്തു നിന്നും KMRLയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. കൃത്യമായ ഒരു കോർഡിനേഷൻ ഇക്കാര്യത്തിൽ വേണമെന്നുള്ളതാണ് ജനപ്രതിനിധികളുടെ ആവശ്യം. ഇത് നിലവിൽ കുടിവെള്ളം പൂർണ്ണതോതിൽ മുടങ്ങിയ അവസ്ഥയില്ല. താൽക്കാലിക പരിഹാരം കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ജല അതോറിറ്റി അറിയിക്കുന്നത്. ശരി, പൂർണ്ണമായും ഒരു പരിഹാരം ഇതുവരെ ആയിട്ടില്ല. താൽക്കാലിക പരിഹാരം കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അധികൃതർ അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ KMRLനെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നുണ്ട് കോൺഗ്രസ്. വിദ്യമേരി വർഗീസിന്റെ ഒരു പ്രതികരണം കണ്ട ശേഷം തിരിച്ചെത്താം.
ഈ KMRലും വാട്ടർ അതോറിറ്റിയും തമ്മിൽ കോർഡിനേഷൻ ഇല്ല. അതാണ് പ്രധാന പ്രശ്നം. ഈ കോർഡിനേഷൻ ഇല്ലാത്തതുകൊണ്ട് വെള്ളം ഇവിടെ പൈപ്പ് പൊട്ടുമ്പോൾ വന്ന് നന്നാക്കാൻ ആളില്ല. ഇത് ആദ്യത്തെ സംഭവമല്ല. നിരവധി രാത്രികളിൽ ഇവർ ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കി. ഇതിപ്പോ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് ഇത്തരത്തിലൊരു ആളുകളെ വിളിച്ച് ഇതുപോലെ വഴി തടയേണ്ട ഒരു സാഹചര്യം വന്നത്.